ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഇനിയും കിടന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല, മാഷിനൊരു ലഡു എടുക്കാൻ വന്നതാണെന്ന് അമ്മ പറയുമ്പോൾ, അല്ല അച്ഛന് മധുരം പതിവുള്ളതല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക സന്തോഷമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നന്ദിനി അടുക്കളയിലേക്ക് വരുന്നത്. ഇവരുടെ സംസാരം കേൾക്കും. പെട്ടെന്ന് ഒളിച്ചു മാറി നിൽക്കും ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. കള്ളികളുടെയൊക്കെ ലക്ഷണമാണല്ലോ അത്. അപ്പോൾ വിശ്വേട്ടനായിരിക്കും കാരണം അല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പം, അതേ മോളെ, വിശ്വൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെ പതിവിന് വിപരീതമായിട്ട് അവൻ ആ ജോലിയോട് ആത്മാർത്ഥതയുണ്ടെന്ന് മാഷിന് തോന്നിയെന്നും അതിൻ്റെ സന്തോഷമാണെന്നുള്ള കാര്യം അമ്മ പറയാം. വാങ്ങിച്ചു കൊടുത്ത ഞങ്ങളോടൊരു പരിഗണന ഇല്ലല്ലോ എന്ന് നന്ദിനി മനസ്സിൽ ഇങ്ങനെ പറയണം. ശരിയാമ്മേ, വിശ്വട്ടൻ അച്ഛന് കാശ് കൊടുക്കുമ്പം ഞാൻ ശ്രീജേടത്തിയെ നോക്കിയത് അഭിമാനം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു മുഖമെന്ന് വേദ പറയുമ്പം, ശരിയാ മോളെ നീ പറഞ്ഞത്, അവൾക്ക് ഈ കുടുംബത്തിനോട് ഒരു പ്രത്യേക സ്നേഹമാണുള്ളതെന്ന് പറഞ്ഞു. എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം എനിക്കിത്തിരി കുറവാണെന്ന് നന്ദിനി എന്തിനാണെന്ന് പറയുക. അപ്പോൾ അവൾ മാത്രമായിട്ട് നന്നാകണമെന്ന് അവൾ ആഗ്രഹിക്കാറുള്ളൂ. ഇന്നും വരെ അവൾ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സ്വാർത്ഥ ചിന്ത ഒരിക്കലും അവൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഇങ്ങനെ അമ്മ പറയുന്നു. അപ്പോൾ ഞാൻ സ്വാർത്ഥയാണെന്ന് അമ്മയും മോളും കൂടെ സ്ഥാപിക്കാനുള്ള പരിപാടിയാണെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുമ്പോൾ, ശരിയാ അമ്മേ, ഈ വീട്ടിലെ എല്ലാ ജോലി എടുത്താലും ശ്രീജേടത്തിക്ക് ഒരു പരാതിയും ഇല്ല. എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അതിനാണെങ്കിലോ സമ്മതിക്കത്തും ഇല്ല എന്നും വേദ. ഒരു പരാതിയും ഇല്ല, പരിഭവവും ഇല്ല. എന്നാൽ പിന്നെ ഞാൻ ഒരു പണി എടുക്കുന്നത് വെറുതെ പരാതിയും പറഞ്ഞ് നടക്കാൻ പറഞ്ഞു റെഡി എന്നൊക്കെ ഇങ്ങനെ നന്ദിനി അവിടെ നിന്ന് പറയാം. എന്നിട്ട് എന്നും പറഞ്ഞ് അങ്ങ് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീജ വരുന്നതും നന്ദിനി പെടുന്നതും. എന്താ നന്ദിനി എന്ന് ചോദിച്ചപ്പം, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ടെന്ത് ഇവിടെ തന്നെ വന്ന് നിന്നതോ? നിന്നില്ലല്ലോ, ശ്രീജിച്ച് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങ് പോകുക കേട്ടോ. ഒന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് ചമ്മി വളരെ കയറി ചെല്ലുക. അപ്പോൾ ഇവർ 3 പേരും കൂടി അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രീജേടത്തി വന്ന് പാലൊക്കെ ആയിട്ട് വിശ്വൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നു. തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടുണ്ട്. ഞാനിച്ചിരി പാലെടുക്കാൻ. അതൊന്നും പറയേണ്ട കാര്യമില്ല ശ്രീജേടത്തി, വിശ്വേട്ടൻ സ്നേഹത്തോടെ ശ്രീജേടത്തിക്ക് തരുന്നതാ. അതിൻ്റെ പങ്കു പറ്റാനേ ആർക്കും അവകാശമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദ പറഞ്ഞു. ആ സമയത്ത്, അല്ല ഇതെന്താ ഇത്? അപ്പോൾ ഇത് ഞാൻ വിശ്വേട്ടന് വേണ്ടി എടുത്തതാ, വിശ്വേട്ടന് കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. എന്താ നന്ദിനിക്ക് വേണോ? അയ്യോ എനിക്ക് വേണ്ടായേ എൻ്റെ പൊന്നോ, ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്കും പൂവും പാലൊക്കെ ആയല്ലോ. വിനയേട്ടനെ കൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ശരി ചെല്ല് എന്ന് പറഞ്ഞിട്ട് നന്ദിനി വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ആ സമയത്ത് നന്ദിനി അടുത്തി, അതെ നാളെ നന്ദിനി അടുത്തിയുടെ വീട്ടിലേക്കേ ഞാനുണ്ടാവില്ല കേട്ടോ എന്ന് വേദ അന്നേരം പറഞ്ഞു. അന്നേരം നന്ദിനി ഇങ്ങനെ വരുക. അല്ല വേദ ഇവിടെ ഒറ്റയ്ക്കാവില്ലെന്ന് ചോദിച്ചു ശ്രീജ. വിശ്വേട്ടൻ പറഞ്ഞത് ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്നാണല്ലോ. വിക്രത്ത് കൂട്ടി വേദയ്ക്ക് വരാലോ അങ്ങോട്ട്. അയ്യോ ഞാനില്ല നന്ദിനി അടുത്ത് എന്ന് വേദ പറഞ്ഞു. അപ്പം ശരിയാ മോളെ, പിന്നെ അനാവശ്യമായ ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആകും, മോൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. വിക്രത്തോട് ഇവിടുന്ന് മാറാതെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു അമ്മ. ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു നന്ദിനി. അപ്പോൾ നന്ദിനി വെള്ളമായിട്ട് ചെല്ല് എന്ന് പറഞ്ഞ് അമ്മ നന്ദിനിയെ പറഞ്ഞു വിട്ടു. നന്ദിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോളൊരു കണക്കിന് അങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് മോളെ നല്ലതെന്ന് അമ്മ വേദയോട് പറയാം. നന്ദിനിയുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവല്ലോ. വെറുതെ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടേ ഓരോന്നും ചുമ്മാ പറയാനായിട്ട് നിൽക്കും. അപ്പം അതൊക്കെ എനിക്ക് അറിയാം അമ്മേ, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. അപ്പം ശരിയെന്നും പറഞ്ഞു അവരൊക്കെ അങ്ങ് പോയി. നന്ദിനി ചെന്ന വിനായകന് വെള്ളം കൊടുത്തിട്ട് അവരവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാം. അവർ പറഞ്ഞതിന് ഒളിഞ്ഞെന്ന് കേൾക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രീജേച്ചി വന്ന് ആകെ ചമ്മിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നടന്നത് മുഴുവനും പറയാം. ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിനാണ്. അയാൾക്ക് ജോലി മേടിച്ച് കൊടുത്തത് കൊണ്ടാണ്. ഇപ്പോഴേ അവർക്ക് മൂത്ത മകനോടും ഇളയ മോനോടും ഒക്കെ മരുമോളോടും ഒക്കെയാണ് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഇടയ്ക്കുള്ളവനോട് ഒരു മൈൻഡും ഇല്ല. അതുപോലെ അവരുടെ ഭാര്യമാരോടും കുറേ സ്നേഹമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വിനായകൻ. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട കാര്യമാണ്. എന്താ എന്നെക്കാളും നിന്നെക്കാളും ഇഷ്ടം അവരെയാണെന്ന് പറയുന്നതോ? എൻ്റെ പൊന്ന് വിനയേട്ടാ, അതൊക്കെ നേരിട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയത്തില്ലേ എന്ന് നന്ദിനി. വിനായകനെ ഇങ്ങനെ വിഷം കുത്തിവെച്ച് താക്കുക. വേദ അമ്മയും കൂടെ ശ്രീജേച്ചി അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അറിയാവോ, എത്ര പറഞ്ഞിട്ട് രണ്ടാൾക്കും മതിയാവുന്നില്ല. ശ്രീജേച്ചിക്കാണെങ്കിൽ സ്വാർത്ഥതയില്ല, എല്ലാ പണിയും ചെയ്യും, അങ്ങനെ ബാധോരാതെ എന്തൊക്കെയോ പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയുള്ള കാര്യം തന്നെയല്ലേ? എന്തോന്നു ശരി, അതിൻ്റെ അർത്ഥം എനിക്ക് സ്വാർത്ഥത ഉണ്ടെന്നല്ലേ, ഞാനൊരു പണിയും ചെയ്യുന്നില്ലെന്നല്ലേ എന്നൊക്കെ നന്ദിനി ചോദിക്കുമ്പം അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അതങ്ങ് തിരുത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. രവിനേട്ടാ വെറുതെ എന്നെ പറയാൻ നിൽക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു നന്ദിനി. എന്നാൽ പിന്നെ അവർ പറഞ്ഞു നിന്നെപ്പറ്റി അല്ലെന്ന് കരുതി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. നാളെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ വരാൻ പറഞ്ഞു. കിടന്നുറങ്ങടിയെന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങനെ പറയുമ്പോൾ ഇത് വെറുതെ എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി തുള്ളിച്ചാടി പോകുമ്പോഴേ, നന്ദിനി ഇത്രയും കാലം ഒരു ജോലിയും ചെയ്യാതെ ചേട്ടൻ വെറുതെ ഇരുന്നതല്ലേ, അപ്പം ഇത്തിരി ബദാം മിൽക്കൊക്കെ കുടിച്ച് ഇത്തിരി സന്തോഷിക്കട്ടെ എന്നേ. നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം.
പക്ഷേ നിങ്ങൾക്ക് ഈ ബ്രോക്കർ പണിയല്ലാതെ സ്ഥിരമായിട്ടൊരു ജോലിയില്ല എന്ന് അവർ പരിഹസിക്കാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കോ, അതാ സംഭവിക്കാൻ പോകുന്നത്. എടി ബദാമിൽക്കൊന്നും അധികം നാൾ കാണത്തില്ല, നീ സമാധാനിക്കാൻ പറഞ്ഞു വിനായകൻ. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അതും പ്ലാൻ ചെയ്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം അവിടെ കൂട്ടുകാർക്കൊപ്പം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കാശുണ്ടാക്കാൻ ചാക്ക് ചുമക്കാൻ പോയ കഥയൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞു. ചാക്ക് ചുമക്കാൻ പോയോ, എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രീനി സർവാരിക്ക് ഒരു തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാം. ആ കാശ് ഇവൻ്റെ അച്ഛൻ സ്വീകരിക്കത്തില്ലല്ലോടെ സജീവേ. സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് കൊണ്ട് അച്ഛന് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഇവൻ്റെ ഭാര്യ ഇവനോട് പറഞ്ഞപ്പോൾ ചാക്ക് ചുമക്കാൻ പോയവനാണ് ഇവനെന്ന് അവർ കൂട്ടുകാർ പറയാം. പ്രായം കൂടിയിട്ടൊന്നും ഇല്ലല്ലോ, നിനക്ക് വലിയ PSC ടെസ്റ്റൊക്കെ എഴുതി കൂടെടാ എന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഇനി പഠിച്ച് പരീക്ഷ പാസ്സായി ജോലിയൊക്കെ കിട്ടി വരുമ്പോഴേ കാലം എത്രയാവുമെന്ന് അറിയാവൂന്ന് ചോദിച്ചു. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല അനിയൻ കുട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുക. എന്തിപ്പോൾ ജോലി വേണമെന്നൊക്കെ നിനക്കൊരു തോന്നൽ എന്നിങ്ങനെ കൂട്ടുകാർ ചോദിച്ചു. ഇന്നലെ വേദ ഒത്തിരി സംസാരിച്ചു, അവൾ പറഞ്ഞതിൽ ഒരു ശരി ഉണ്ടെന്നൊരു തോന്നൽ, അതാണെന്ന് ഇങ്ങനെ പറയുക കൂട്ടുകാരനോട്. നാശം, എത്ര നേരമായി ഞാനിതൊന്ന് നോക്കുന്നു, അപ്പോൾ എന്താ പ്രശ്നം, ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നോക്കുക. അങ്ങനെ നമ്മുടെ വിക്രം വന്ന് നോക്കി അത് സെറ്റാക്കി. അപ്പോൾ വിക്രം കൈ വെച്ചതേ വണ്ടിയൊക്കെ ശരിയായിട്ടോ. വിക്രം കൈ വെച്ച വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഇവിടെ തന്നെ നല്ല ഒന്നാമതരം ജോലി കിടക്കുകയല്ലേ, പിന്നെ എന്താ പ്രശ്നം. അവൻ കൈവയ്ക്കാൻ നോക്കിയിരുന്നു വണ്ടി ഓക്കെ ആകാനെന്ന് അനിയൻകുട്ടനൊക്കെ പറയുമ്പോൾ ഇപ്പം എനിക്കൊരു സിനിമയിൽ ജയറാമിനോട് പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നത്, ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് അന്വേഷിച്ച് നാടാകെ നടന്നതുപോലെയാണ് നിന്റെ ജീവിതമെന്ന്. അപ്പോഴേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ പറഞ്ഞ് നോക്കുക കേട്ടോ. എടാ പൊട്ടാ, നിനക്ക് ഈ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ചെയ്താൽ പോരെ, എന്തിനാ വേറെ നീ നോക്കുന്നേ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, നീ എന്തിനാണ് വേറെ പണിയൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഇവർ എല്ലാവരും കൂടി, അല്ല ഞാൻ ഈ രാജേട്ടൻ പറഞ്ഞതുപോലൊന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ല, അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എടാ പണി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, പണി അറിയാമോ എന്നുള്ളതിലാണ് കാര്യം. അപ്പം നീ ഒരു നല്ല ദിവസം നോക്കി ഇവിടെ പണി തുടങ്ങിക്കോ, ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ നോക്കാടാന്ന് പറഞ്ഞു. എന്താ അപ്പം അത് കലക്കി, രാജേട്ടൻ അറിയുമ്പോൾ അത് ഹാപ്പി ആകുമെന്ന് പറഞ്ഞു. ഒരു കൈ നോക്കാലേന്ന് വിക്രം, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. ഹലോ അമ്മേ, എന്താന്ന് ചോദിച്ചു. അപ്പോൾ അതെ നിന്നോടൊരു കാര്യം ചോദിക്കാനാ, നീ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്തിനാ അമ്മ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നേ. അല്ല വേദ ഇവിടെ തനിച്ചേ ഉള്ളൂ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, നീ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടോ, എന്താ അവൾക്ക് കൂട്ടിരിക്കാനാണെന്ന് ചോദിക്കുമ്പം എന്താ അത് നീ അല്ലടാ ചെയ്യേണ്ടതെന്ന് അമ്മ ചോദിച്ചു. അവൾ ഒറ്റയ്ക്കിരുന്നാലേ ഒന്നും സംഭവിക്കുന്നില്ല, നിങ്ങളെ കാര്യം നോക്കി പോകാൻ നോക്കാൻ പറയുമ്പം നീ തൽക്കാലം ഇവിടം വരെ ഒന്ന് വാ വിക്രം. എൻ്റെ അമ്മ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ഇവിടെ, തൽക്കാലം അമ്മ പറയുന്ന പണി മോൻ ചെയ്താൽ മതി, വേഗം മാടാന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ കണ്ടിട്ട് വേണം പോവാൻ, വേഗം വരാൻ നോക്കാൻ പറഞ്ഞു. അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശരി സജീവൻ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വീട്ടിലോട്ട് പോകാൻ നോക്കി. എന്താടാ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് അറിയില്ല, വീട്ടിൽ നിന്ന് വിളിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ താക്കോൽ എടുത്ത് കൊടുത്തു. ഇതിൽ 1-2 താക്കോലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് എൻ്റെ മുറിയുടെയും ഒന്ന് വീടിൻ്റേതുമാണ്, ഒരു സ്പെയർ കീ അമ്മ തന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. താക്കോലൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് ഇതൊക്കെ പറഞ്ഞു. നമ്മുടെ വിക്രം അങ്ങോട്ട് പോവുകയും ചെയ്തു. വിക്രം പോയപ്പോൾ കൂട്ടുകാരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വേദ എന്തായാലും അവനെ ശരിക്കും മാറ്റിയെടുക്കും, നോക്കിക്കോ. നനിയൻകൂട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സജീവനോട് പറഞ്ഞു. എന്നിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പോകാൻ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ അല്ല അമ്മ ഒരുങ്ങിയില്ലേന്ന് ചോദിച്ചു ശ്രീജ. അച്ഛൻ ബ്ലോക്ക് ഓഫീസറെ പോയിരിക്കും, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ കവലയിൽ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് വന്നോളാം എന്ന് പറഞ്ഞു. ബിശ്വേട്ടൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ 2 ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. കൊള്ളാം, അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാനായിട്ടൊന്ന് വിളിക്കാമെന്ന് വെച്ചതാണെന്ന് വിനായകൻ, പക്ഷെ വേണ്ടി വന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു വിനായകൻ നിൽക്കുക കേട്ടോ. ചേർന്ന ഉടനെ ലീവ് എടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോനെ. ഇല്ലമ്മേ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞതെന്ന് വിശ്വം പറഞ്ഞു. അച്ഛൻ വരാൻ ഒരുപാട് സമയം ആകും അമ്മേ. ആകുമെന്നേ, ബ്ലോക്ക് ഓഫീസ് തുറക്കുമ്പോൾ തന്നെ 10 മണി കഴിയും. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ഒന്ന് നന്ദിനി. അത് മതി, ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് എത്തിക്കോളാം കേട്ടോ. അപ്പോൾ ശരി അമ്മ എന്നാൽ പൊക്കോ എന്നും പറഞ്ഞു ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇവർ പോവുക. ആ പോക്ക് കണ്ടില്ലേ മോളെ, നാട്ടുകാർ കാണുമ്പോഴേ സുധാകരൻ മാഷിൻ്റെ മക്കളും ഭാര്യമാരെയും എന്തൊരു സന്തോഷത്തിലാണെന്നല്ലേ തോന്നുന്നു ഇവർ പോകുന്ന കണ്ടപ്പോൾ കമല പറയാം. ഇനി ആ കൂട്ടത്തിൽ വിക്രമും മോളും കൂടി ഉണ്ടായിരിക്കണം, എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ എന്ന് അമ്മ പറയുമ്പം അതിനെ നന്ദിനിയെടുത്ത് സമ്മതിക്കുമെന്ന് ചോദിച്ചു. അവൾക്ക് എല്ലാത്തിലും ഒരു മേൽക്കൈ ഉണ്ടെന്ന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി, പിന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്ന് അമ്മ വേദയോട് പറയൂ കേട്ടോ. അമ്മ അച്ഛനും ഇറങ്ങുമ്പോൾ എത്ര മണിയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ 10:30 കഴിയുമ്പോഴേക്കും കവലയിൽ ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ മോളെ? അല്ല ഇന്ന് മുത്തശ്ശി ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്ന ദിവസമാണ്, നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഞാനൊന്ന് പോയി വന്നാലോ എന്ന് വിചാരിക്കായിരുന്നു. അപ്പോഴേക്കും എത്താൻ പറ്റുമോ മോൾക്ക്? ഒരു ഓട്ടോ വിളിച്ച് ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. സ്കൂൾ ടൈം അല്ലേ മോളെ, ഓട്ടോ ഒന്നും കിട്ടലേ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മോളൊരു കാര്യം ചെയ്യുക, വിക്രം വരുമ്പോൾ അവൻ്റെ ബൈക്കിൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. എന്താ അതുപോലെയെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം അതിനൊന്നും സമ്മതിക്കില്ല അമ്മേ, അതൊക്കെ ഞാൻ സമ്മതിച്ചാൽ പോരെ.
പോരെ മോക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനി സാറിൻ്റെ വീടാണ്. അപ്പോൾ ശ്രീനി സാറിനെ കാണാനായിട്ട് രണ്ടുപേര് വന്നു. അപ്പോൾ രണ്ടുപേര് വന്നിട്ട് ശ്രീനി സാറിനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആ ഒരു സമയത്ത് വിക്രം ഉണ്ടായിരുന്ന സമയത്ത് പലിശക്കാശൊക്കെ എല്ലാവരും കൃത്യമായിട്ട് തരുമായിരുന്നു എന്നും ഇപ്പം ആരും പൈസയൊന്നും അങ്ങനെ തരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചേച്ചിയോട് പറയാം. ഇപ്പോൾ പലരും അവധികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വിക്രമനെ നല്ലവനാക്കിയെടുക്കാൻ സാറും വേദയും കൂടെ വലിയ ഉത്സാഹത്തിലാണെന്നൊക്കെ പറഞ്ഞ് വേദ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ സാർ അതിന് നിന്നാലേ അത് നമുക്ക് തന്നെയാണ് ദോഷമാവുക എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുക. മേഡം ഒന്ന് സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇലക്ഷൻ വരാൻ പോവുകയാണ്, പല രീതിയിലും ഫണ്ട് വരേണ്ട സമയമാണെന്നും അവനെപ്പോലെ ഒരാൾ ഖദർ വിട്ട് നേതാവും കളിച്ച് നടന്നാലേ സാറിനത് ഗുണമാവില്ല, പാർട്ടിക്കും അത് ഗുണമാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യ പറയുന്നത് മാത്രമേ ഭർത്താവ് കേൾക്കൂ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ശ്രീനി സാറിനെ ഇനി അവിടെ ഇരുന്ന് പുള്ളിക്കാർ ബ്രെയിൻ വാഷ് ചെയ്യാനും തുടങ്ങും. ആ ഒരു സമയത്ത് പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, വിക്രത്തെ ഒരിക്കലും നന്നാവാൻ അനുവദിക്കരുത് എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ അമ്മ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അമ്മ വന്ന സമയത്ത് വേദ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ എല്ലാം ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ കഴിക്കാൻ ചപ്പാത്തിയും സ്റ്റൂ ഉണ്ടാക്കണം, അത്രയല്ലേ വേണ്ടുള്ളൂ എന്ന് വേദ ചോദിച്ചു. ആ സമയത്ത് അത് പോരേന്ന് ചോദിച്ചു. മതിയെന്നും പറഞ്ഞു. മണി 10 മോളെ, മാഷ് ഇപ്പോൾ വിളിക്കും, അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുക. ശോ ഇത് എന്ത് ഇവൻ വരാത്തേന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വിക്രം കയറി വന്നു. അപ്പോൾ വിക്രം കയറി വന്നപ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാമെന്നും പറഞ്ഞിട്ട് കൂട്ടുകാരൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവരങ്ങ് പോയി അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വിക്രം നേരെ അകത്തേക്ക് കയറി വന്നു. അമ്മ വിക്രം വന്നിട്ട് അതേവഴി തന്നെ തിരിച്ചു പോയെന്ന് തോന്നുന്നല്ലോ എന്ന് വേദ അമ്മയോട് പറയാം. ആണോ? അവൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു തീർന്നില്ല. വിക്രം അകത്തേക്ക് കയറി വന്നു. വിക്രം അകത്തേക്ക് കയറി വന്നപ്പോൾ അമ്മ റെഡി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നിന്നോട് വരാൻ പറഞ്ഞിട്ട് നേരെ എത്രയായി വിക്രം? വരുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു അമ്മേ, നീ വന്നിട്ട് നിന്നെയും കൂട്ടി വേദയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വരണമായിരുന്നു. എന്നാൽ പിന്നെ അവൾക്ക് തനിയെ പോകാൻ പറ്റത്തില്ലേ? അച്ഛൻ 10:30 മണിയാകുമ്പോഴേക്കും ബ്ലോക്ക് ഓഫീസിൽ കവലയിലേക്ക് വരും. അപ്പോഴേക്കും അവിടേക്ക് ചെല്ലാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിന് മുൻപ് പോയിട്ട് വരാൻ ഈ കുട്ടിക്കൊരു വണ്ടി കിട്ടണ്ടേ? അപ്പം സാരമില്ലമ്മേ, ഞാൻ മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞോളാവെന്ന് വേദ പറയുമ്പം അത് കുഴപ്പമില്ല, ഇവൻ്റെ കയ്യിൽ ചാവിയുള്ളതാ, ഞാൻ ഇറങ്ങിയാലും വീട് പൂട്ടി മോൾ ഇവനെയും കൂട്ടി പോയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ലമ്മ ഇവളെ കൊണ്ടുപോകാൻ. അപ്പോൾ നിൻ്റെ വണ്ടി എന്തിയെന്ന് ചോദിച്ചു. അത് പിന്നെ ജോസഫ് കൊണ്ടുപോയി, അതവനോട് കൊണ്ടുവരാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അമ്മേ നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു അമ്മ. അങ്ങനെ അമ്മ വിക്രത്തെ വഴക്കും പറഞ്ഞു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അങ്ങ് ഇറങ്ങുക. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വിക്രം വേദയെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. മുത്തശ്ശി അമ്പലത്തിലുണ്ടോന്നേ ഞാനിന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ, അതുവരെ ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദ ഇങ്ങനെ അങ്ങോട്ട് പോയി. വിക്രം അവിടെ ഇരിക്കുക. അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണില്ല. ശരാ എൻ്റെ ഫോൺ എവിടെ പോയി, എൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അതിൽ മുഴുവൻ ഫോൺ തപ്പുക വേദ. വിക്രം അപ്പോഴത്തേക്കും വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇതിലെല്ലാം നോക്കി. അപ്പോൾ എൻ്റെ ഫോൺ, ആ ഫോണൊന്ന് തരാൻ പറഞ്ഞു. എൻ്റെ ഫോൺ എന്തിനാ, നിനക്ക് ഫോണില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഫോൺ കാണാനില്ല മനുഷ്യ, അതിനിപ്പോൾ ഞാനെന്ത് വേണം, നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു. എനിക്ക് മനസ്സില്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയൊക്കെ ആയി. എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ഫോൺ ഇനി അമ്മ എങ്ങാനും ബാഗിലെങ്ങാനും അറിയാതെ എടുത്ത് വെച്ച് പോയെന്നൊന്നും അറിയില്ല, ഇനിയിപ്പോൾ അവർ പോയ നാളെ തിരിച്ചു വരുള്ളൂ, ഒന്ന് വിളിക്ക് വിക്രം പ്ലീസ് വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വേദ പറയുമ്പോൾ ഫോൺ തരാം നീ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു. വിക്രം തപ്പി നോക്കുമ്പോൾ വിക്രത്തിൻ്റെ ഫോണും കയ്യിലില്ല. അപ്പം എൻ്റെ ഫോൺ എന്ന് പറഞ്ഞ് വിക്രം തപ്പുമ്പോഴത്തേക്കും വേദ എവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക വിക്രത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഫോണിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പലും പറക്കലും ചിരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി.